ഹായ്, ഞാൻ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ആവശ്യത്തിന് ചേർക്കുക. അതിനുശേഷം കടായി തീയിൽ വെച്ച് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ആണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഉറഞ്ഞിരിക്കുന്നു. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർക്കാം. കറിവേപ്പില, ഇഞ്ചി എല്ലാം ഓരോന്നോരോന്നായിട്ട് ചേർക്കുന്നു. ബീൻസ് ഉള്ളവർക്ക് ബീൻസ് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. എല്ലാം പച്ചമുളക് ഞങ്ങൾക്ക് കുറച്ച് മതി, അപ്പം പച്ചമുളക് വേണ്ടവർ ആവശ്യത്തിന് ചേർക്കുക. ഇത്ര സാധനങ്ങൾ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം വഴറ്റിയെടുക്കുക നന്നായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ അല്പം ഉപ്പ് ചേർക്കാറുണ്ട് വഴറ്റിയെടുക്കാൻ, നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട്. അങ്ങനെ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പം ആവശ്യത്തിന് എണ്ണ ചേർക്കാവുന്നതാണ്. അതിന് ശേഷം ഞാൻ അതിലേക്ക് അല്പം ബട്ടർ ചേർക്കാറുണ്ട്. ബട്ടർ ചേർക്കുന്നത് പിള്ളേർക്ക് കൊടുക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്, പിന്നെ കട്ട പിടിക്കാതിരിക്കാനും സഹായിക്കും. അപ്പം ബട്ടർ നല്ലപോലെ ഉരുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ആവശ്യത്തിന് ചേർക്കുന്നു. 3-4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കാറ്. 3-4 പേർക്ക് അത് ആവശ്യമായിട്ടും വരും. അപ്പം അങ്ങ് എത്ര പേർക്കാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് വെള്ളം എടുക്കുക. വെള്ളമാണ് ഞാൻ അളന്നെടുക്കാറ്, റവ അളക്കാറില്ല. കാരണം വെള്ളത്തിന് അതനുസരിച്ച് റവ ഇട്ട് കൊടുക്കുന്നു. അപ്പം വെള്ളം വെച്ചതിന് ശേഷം വെള്ളം നല്ലതായിട്ട് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുന്നു. വെള്ളത്തിൽ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ചിലവർ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ എണ്ണയ്ക്കകത്ത്. ഞാൻ മഞ്ഞൾപ്പൊടി താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഗ്യാസ് സിമ്മിലേക്ക് വെച്ചിട്ട് അതിലേക്ക് റവ ചേർക്കുന്നു. റവ കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇളക്കുന്നത് ശരിയാക്കാതെ പോയാൽ ഉപ്പുമാവ് ശരിയാക്കാതെ വരും. റവ ചില ഭാഗം നനയാതെയും ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ വെള്ളം മുറുകുന്ന അനുസരിച്ചാണ് ഞാൻ റവ ഇട്ട് കൊടുക്കുന്നത്. അപ്പം റവ എല്ലാം നല്ലപോലെ നനയണം, അതനുസരിച്ചാണ് റവ ഇട്ട് കൊടുക്കുന്നത്. വെള്ളം കൂടിപ്പോകാൻ പാടില്ല, റവ കൂടിപ്പോകാനും പാടില്ല. നല്ല പരുവത്തിന് എല്ലാം നനഞ്ഞു കഴിയുമ്പം, വെള്ളം പറ്റി കഴിയുമ്പം റവ ഇടയിൽ നിർത്തും. അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം ഒരിടത്തും നനയാതെ വരരുത്. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ചു വെക്കും. ഗ്യാസ് ഓഫാക്കും. അത് ആവിയിലിരുന്നാണ് പിന്നെ വേകുന്നത്. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം 5 മിനിറ്റ് നേരത്തേക്ക് ഗ്യാസ് ഓഫാക്കി വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും തുറന്ന് ഗ്യാസ് ഒന്ന് ചെറുതായിട്ട് ഓൺ ചെയ്ത് കൊടുത്തിട്ട് സിമ്മിലിട്ടിട്ട് പിന്നെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നു. നല്ല രീതിയിൽ അപ്പം നല്ലപോലെ പൊടിഞ്ഞു വരും. നമ്മൾ ആ ഇളക്കുമ്പോൾ നല്ലപോലെ റവ വെന്തിട്ടുണ്ടാകും. പിന്നെ ഇളക്കുന്നതനുസരിച്ച് നല്ലപോലെ പൊടിഞ്ഞു വരും. ഇങ്ങനെയാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.